ഹലോ. അങ്ങനെ നമ്മൾ മദ്രാസി പടം കണ്ടു. സോ അതിൻ്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടി വന്നേക്കാണ്. ഒരു സെൻറ്റൻസിൽ പറയാനാണെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അത്രേ പറയാനുള്ളൂ. അതാണ് അവസ്ഥ. ബേസിക്കലി പടം ഈസ് എ.ആർ. മുരുഗദാസ്, എസ്.കെ. കോംബോ, ശിവകാർത്തികേയൻ. സോ നമ്മൾ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എ.ആർ. മുരുഗദാസിൻ്റെ ലാസ്റ്റ് പടം സിക്കന്ദർ ആയിരുന്നു. അത് വൻ തോൽവിയായിരുന്നു അറിയാം. പക്ഷേ എസ്.കെയുടെ സെലക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് അനിരുദ്ധ് മ്യൂസിക് ആൻഡ് ഓൾസോ പിന്നെ ട്രെയിലറും കൂടെ കണ്ടപ്പോൾ ഇനി എങ്ങാനും പടം നന്നാവുമോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. സോ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു തമ്മിൽ ബോംബാവോ ഇല്ലയോ എന്ന് നമുക്ക് ബോക്സ് ഓഫീസ് നോക്കി അറിയാം. പക്ഷേ പടം എനിക്ക് കണ്ടിട്ട് പിടിച്ചില്ല. കട്ട ബോറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് അതും ഇതൊക്കെ നല്ല ഐറ്റംസ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ ഒരു സുഖമില്ല. കുറേ ക്രിഞ്ച് സീനുകളും പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കുറേ സംഭവങ്ങൾ തന്നെ. സ്റ്റോറി ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എനിത്തിങ് ന്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. പിന്നെ സ്ഥിരം എ.ആർ. മുരുഗദാസിൻ്റെ പുതുമയുള്ള പുതിയൊരു മെഡിക്കൽ കണ്ടീഷൻ ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ പടം. അതിനെ കുറേ മ്യൂസിക്കും കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസും കുറച്ച് നൈസ് ക്യാമറ വർക്കൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തൊക്കെയാണ് സംഭവിക്കണേ? ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇവിടെയൊക്കെ കൂടുന്നു. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കണത് എന്നുള്ളൊരു ഫീലിംഗാണ് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക്. പടത്തിൽ ലവ് സ്റ്റോറിയൊക്കെ വരുമ്പോൾ ഒരുമാതിരി 2010s ആ റേഞ്ചിലുള്ള കുറേ ലവ് സ്റ്റോറി സീനുകളുണ്ടല്ലോ. അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ കുറേ ക്രിഞ്ച് ഡയലോഗുകളും അങ്ങനത്തെ കുറച്ച് കണക്ഷൻ ഇല്ലാത്ത സീനുകളും അങ്ങനെയൊക്കെ ആയിട്ട്. പടത്തിൻ്റെ പ്ലോട്ട് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വലിയ കണ്ടെയ്നേഴ്സിൽ ഗൺസ് കൊണ്ടുവരുന്നു ആൻഡ് തമിഴ്നാട്ടിൽ ഗൺ കൾച്ചർ വരാൻ പോകുന്നു. ഗൺ കൾച്ചർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നശിച്ച് നാറാണക്കല്ലാവും. ആ ഒരു സീനാണ്. പക്ഷേ പടം ഇതിലൊരു 10 പ്രാവശ്യം ഈ സെയിം സംഭവം തന്നെ ഡയലോഗ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഓരോ ക്യാരക്ടേഴ്സും ശരിയാ ഗൺ കൾച്ചർ എന്ന സീനാണ് ഒയ്യോ അങ്ങനെ ഒരു മോഡിൽ ഒരു 5-6 ക്യാരക്ടേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ അതാണ് ബേസിക്കലി ഒരു പ്ലോട്ട് പോയിന്റ്. അതിനെ എങ്ങനെയൊക്കെ ഇവർ തടയാൻ നോക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ പടം തുടങ്ങുമ്പോൾ തൊട്ട് ഈ പ്ലോട്ട് കാണിച്ചു തുടങ്ങുന്നത് തന്നെ സഡേ നോട്ടിട്ട് തുടക്കമാണ്. എന്നിട്ട് നമ്മൾ ഓക്കെ. എന്നിട്ട് പെട്ടെന്ന് സഡേ എന്ന് പറഞ്ഞിട്ട് ശിവകാർത്തികേയനെ കാണിക്കും. ഓക്കെ, ഇവൻ ആരാ എന്താ. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മറ്റേ ലവ് സ്റ്റോറി, പിന്നെന്താ, പിന്നെ ഫ്ലാഷ് ബാക്ക്. അങ്ങനൊരു പടം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു കണക്ഷൻ ഇല്ലാത്ത പോലെയാണ്. പടം ഒരു ഫ്ലോ ഇല്ലാണ്ടാണ് ആദ്യമൊക്കെ പോണേ. പിന്നെ ചറ സോങ്സ്. ഒന്ന് കാണുന്നു, സോങ്. അത് കഴിഞ്ഞ് എന്തെങ്കിലും സ്നേഹത്തോടെ പറയുന്നു, സോങ്. അത് കഴിഞ്ഞ് വേറൊരു സെൻറ്റി സംഭവം കാണുന്നു, സോങ്. ഈ മോഡാണ് പടത്തിൽ സോങ്ങുകൾ വരുന്നും പോണതൊക്കെ. അതുകൊണ്ട് നമുക്ക് തന്നെ ഇതെന്തൊക്കെയിപ്പോൾ ഇവിടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽ കൂടെ ആക്ഷൻ എല്ലാം കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നുള്ളൊരു സീനാണ്. സോ അങ്ങനെ ആ ഒരു ഫ്ലോ ഇല്ലായ്മ എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങും കൂടെ കുറച്ചും കൂടെയൊക്കെ സെറ്റ് ആക്കണമായിരുന്നു. എനിക്ക് എഡിറ്റിംഗ് പാറ്റേണിലും തോന്നിയത് കുറേ സംഭവങ്ങളൊക്കെ 2000സിലും 2010ലേക്ക് പോലെ ഇങ്ങനെ ജും അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഇടയ്ക്കിട്ടിട്ടുണ്ട്. അതിങ്ങനെ ചില ഫ്ലാഷുകൾ വരുന്ന പോലെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു മോഡൊക്കെ അടിച്ചപ്പോൾ ലൈക്ക് ഇതൊക്കെ ഒരു പഴയ സ്റ്റൈലല്ലേ, ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണതാണോ, ഇനി പഴയ റെട്രോ സ്റ്റൈലുകളാണല്ലോ തിരിച്ചു വരണേ, ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഓവറോൾ ഞാൻ എഡിറ്റിംഗ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലോ ഒക്കെ വേണമായിരുന്നു. ഇതിനെ എങ്ങനെ ജസ്റ്റ് അങ്ങടും ഇങ്ങടും ഇന്റർകട്ടൊക്കെ ചെയ്ത് കാണിക്കുന്നതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യായിരുന്നു. പക്ഷേ എന്നാൽ പോലും പടത്തിൻ്റെ സ്റ്റോറിയും പ്ലോട്ടും ബേസിക്കലി സംഭവങ്ങളൊന്നും വലിയ സംഭവമല്ല. അതുകൊണ്ട് എഡിറ്റിംഗ് എത്ര മെച്ചപ്പെടുത്തിയാലും എത്രത്തോളം പടം രക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പിന്നെ മ്യൂസിക് പറയുമ്പോൾ ഓക്കെയാണ്. പടത്തിൽ അനിരുദ്ധ് മ്യൂസിക് എന്ന് പറയുന്ന ലെവലിലുള്ള ഹൈപ്പും സംഭവങ്ങളും നമുക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. 1-2 പോയിന്റ്സിൽ മ്യൂസിക് വരുമ്പോൾ നൈസ് ഒരു ഫീൽ വരുന്നുണ്ട്. പിന്നെ ചില ഇങ്ങനെ ആക്ഷൻസൊക്കെ ഇങ്ങനെ മ്യൂസിക്കിനോട് സിങ്കായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. അതായത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പടത്തിൻ്റെ പ്ലോട്ടും സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മ്യൂസിക് വെച്ചും എൻഹാൻസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും മ്യൂസിക് തോന്നിയില്ല. സോങ്സും ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ വന്നു പോകണോണ്ട് ഇത് എന്തൊക്കെയോ പാട്ടുകൾ വരുന്നു പോകുന്നു ആ ഒരു മോഡുള്ളൂ. നമുക്കൊന്നും കറക്റ്റ് എൻജോയ് ചെയ്ത് ആ ഒരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ കിട്ടിയില്ല. പിന്നെ ക്യാമറ വർക്ക് പറയുമ്പോൾ കുറേ അവർ നൈസ് ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ വെറൈറ്റി ആ ചില മോഷൻ ഷോട്ട്സൊക്കെ അവർ നൈസായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചില ആംഗിൾസും അങ്ങനെ സംഭവങ്ങളൊക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പടം തുടങ്ങിയപ്പോൾ കുറേ ഷോട്ട്സ് ഭയങ്കര ഒരു ക്ലാരിറ്റി കുറവുള്ളൊരു ഷോട്ട്സ് ആയിട്ട് എനിക്ക് തോന്നി. അതിങ്ങനെ ഓരോ ആംഗിളിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ ടോപ്പ് ആംഗിൾ സംഭവിക്കുക. അപ്പോൾ ഡ്രോൺ ഷോട്ട്സോ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സോ കുറേ അങ്ങനത്തെ ഷോട്ടുകൾ കുറേ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നി. ഓൾസോ കുറേ നൈറ്റല്ല ഇങ്ങനെ ഒരു ഫാക്ടറിയുടെ അകത്തൊരു ഷോട്ട്സുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കുറേ ഇങ്ങനെ കുറേ ഗ്രെയിൻസ് ഉള്ള പോലെയൊക്കെ തോന്നിയായിരുന്നു. അത് പിന്നെ നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും നമ്മൾ അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ, ലൈറ്റിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ആണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തു. അതൊഴിച്ചാൽ ഓവറോൾ ക്യാമറ എനിക്ക് കുറേ നൈസ് ആംഗിൾസും കുറേ മോഷൻ ഷോട്ട്സ് ഒക്കെ നൈസായിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ പടത്തിലെ ക്യാരക്ടേഴ്സും പെർഫോമൻസും പറഞ്ഞു വരുമ്പോൾ ബേസിക്കലി എസ്.കെ എനിക്ക് തോന്നിയത് പുള്ളി ഭയങ്കര സിൻസിയറാണ് ഈ പടം ചെയ്തേക്കണേ. പക്ഷേ ക്യാരക്ടറിന് വലിയ ഡെപ്തും സംഭവങ്ങളൊന്നുമില്ല.
പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിനകത്ത് കാണുമ്പോൾ ഭയങ്കര ചില ആക്ഷൻ സീക്വൻസുകളും പിന്നെ അല്ലാതെ പുള്ളി ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഭാഗങ്ങളിൽ കുറേ കോമഡിയൊക്കെ വർക്കാവേണ്ട സംഭവങ്ങളുണ്ട്. അതൊക്കെ മച്ചാൻ്റെ നൈസായിട്ട് വർക്കായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ജങ്കൻ ചിരിച്ച് മറിയുന്ന സീനല്ല, പക്ഷേ നൈസായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നിയത്. ഓവറോളും എനിക്ക് പുള്ളി ഭയങ്കര സിൻസിയറായിട്ട് ചെയ്തേക്കണം. പക്ഷേ പടത്തിലെ ക്യാരക്ടർ അത്ര വലിയ ജങ്കൻ സംഭവമല്ല. ജങ്കൻ സംഭവമായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് അത്രയും എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. പിന്നെ ഹീറോയിനിസ് രുക്മിണി വസന്ത്. സോ പുള്ളിക്കാരി ഞാൻ സപ്തസാഗറിലൊക്കെ കണ്ട് കരച്ചിൽ മറ്റേ സീനായിരുന്ന പുള്ളിക്കാരിനെ പിന്നെ അത് ചിരിച്ച് കണ്ടപ്പോൾ കുറച്ച് സന്തോഷം. അല്ലാതെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സ്ഥിരം ഒരു ഡാംസിൽ ഇൻ ഡിസ്ട്രസ് സീനൊക്കെയാണ് ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേക്കും. പിന്നെ ആ ഒരു മോഡിലാണ് ഫുള്ള്. അതിന് മുന്നേ ആണെങ്കിൽ ലവ് സ്റ്റോറിയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ക്രിഞ്ച് എലമെൻസും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റണില്ല. കുറേ ഡയലോഗുകൾ വരുമ്പോൾ കുറേ സീനുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ ഇപ്പോൾ കാണിക്കണേ, ഈ പുള്ളിക്കാരിക്ക് എങ്ങനെ ഇത് മനസ്സിലായേ, ഇതെന്ത് ഇവിടെ കണക്ഷൻ, അങ്ങനെയൊക്കെ തോന്നുന്ന കുറേ ചോദ്യങ്ങളും ലോജിക്കൽ ക്വസ്റ്റ്യൻസും പ്ലസ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ക്രിഞ്ച് ഡയലോഗ്സും സീനുകളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരു ഫീലായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ആൾ വിദ്യുത് ജംവാൽ. ഞാൻ പടത്തിന് പോകാനുള്ള മെയിൻ ഒരു റീസൺ പുള്ളിയും കൂടിയാണ്. വിദ്യുത് ജംവാലിനെ തുപ്പാക്കിയൊക്കെ കഴിഞ്ഞിട്ട് AR മുരുകദാസ് തിരിച്ച് വീണ്ടും തമിഴ് മൂവീസിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള സീനിലൊക്കെ ഞാൻ വിചാരിച്ചു ജങ്ങനെ ആയിരിക്കും അച്ഛൻ അതുകൊണ്ടായിരിക്കും കാത്തിരുന്ന് തിരിച്ചു വന്നതെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അതിൻ്റെ പക്ഷേ നമ്മൾ പടത്തിൻ്റെ പകുതിയൊക്കെ എത്തുമ്പോഴേക്കും ഇങ്ങേരെന്താ ഊളേ എന്നുള്ള അങ്ങനെ ഒരു സീനൊക്കെ തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലൊരു നൈസ് ഒരു സീനുണ്ട്. ആ ഒരു സീൻ കുറേ കത്തിയൊക്കെയാണ് വടവർ, പക്ഷേ ആ സംഭവം അടിപൊളിയായിട്ട് ആ സീൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അത് ഇങ്ങനെ പുള്ളിയുടെ ഷോ ഓഫ് ആയിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് ആ ഒരു ഷോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടായിരിക്കും മച്ചാനെ ചിലപ്പോൾ കൊണ്ടുവന്നത്. ആ ഒരു സീക്വൻസ് പറഞ്ഞ് ഇത് നിങ്ങളുടെ ഷോ ആണ് കാണിച്ചോ എന്നുള്ള ആ ഒരു മോഡിൽ ആയിരിക്കും AR മുരുകദാസ് പറഞ്ഞത്. അപ്പോൾ പുള്ളി വാസ് ലൈക്ക് ആ ഒരു സീൻ ചെയ്താൽ മതി, എനിക്ക് സന്തോഷമായി എന്നുള്ള മോഡിലായിരിക്കും പുള്ളി ആ സീൻ ചെയ്തതും അത് കേട്ടിട്ടായിരിക്കും മിക്കവാറും വന്നതും. അല്ലാതെ ഓവറോൾ ഈ തുപ്പാക്കിയിലെ പോലെയൊക്കെ തന്നെ ലാസ്റ്റ് കുറേ ഇടിയും സംഭവങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു വില്ലൻ, ആ ഒരു ബേസിക് സംഭവമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബിജു മേനോനുണ്ട്. പുള്ളിയും ഇതേപോലെ നൈസൊക്കെ ആക്കായിരുന്നു, പക്ഷേ ഇതേപോലെ ആദ്യം കാണുമ്പോൾ എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഇതേപോലെ അധികമൊന്നും ചെയ്യാനില്ല പുള്ളിക്കും. പുള്ളി ഇങ്ങനെ സൈഡിൽ കൂടെ നടന്ന് കുറേ ഡയലോഗ് അടിക്കുക, ഓഫീസേഴ്സ് പറയുന്നത് കേൾക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അല്ലാതെ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് എനിക്കും തോന്നിയില്ല സ്റ്റോറിയിലും. പിന്നെ ഉള്ളത് വിക്രാന്ത് എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ട്. ഞാൻ പുള്ളീനെ ട്രെയിലറിൽ പോലും നോട്ടീസ് ചെയ്തില്ലായിരുന്നു, പക്ഷേ പുള്ളി ഈ പടത്തിലുണ്ട്. പുള്ളി വാസ് ഓൾസോ ഒന്നും ഇല്ല, ഓക്കെ ദാറ്റ്സ് ഓൾ. പിന്നെ ഷബീർ ഉണ്ട്, നമ്മുടെ ഡാൻസിങ് റോസ്. ആ മച്ചാൻ ഈ പടത്തിൽ അടുത്തൊരു വില്ലനായിട്ടുണ്ട്. ആ പുള്ളിക്ക് ഇങ്ങനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കൊക്കെ, പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവായിട്ടില്ല. പുള്ളിയുടെ ഇങ്ങനെ കുറച്ച് മെനസിങ് ആക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ പുള്ളി അതർ ദാൻ ദാറ്റ് പുള്ളി വാട്ട് ഹി ഡിഡ് വാസ് നൈസ്. ആ ആവശ്യത്തിന് ആക്ഷനും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളിയുടെ ആ റോള് പുള്ളി ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു, വിമല രാമൻ വന്നു പോകുന്നുണ്ട് ചുമ്മാ ഒരൊറ്റ കോസ്റ്റ്യൂം. പുള്ളിക്കാരനെ ഒറ്റ നൈറ്റിലോട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചാണെന്നൊരു ഡൗട്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഒറ്റ കോസ്റ്റ്യൂമിൽ ഒരു 3-4 സീനിൽ വന്നു പോകുന്നുണ്ട്. അത് നൈസൊരു കോമഡി അല്ല, കണ്ടപ്പോൾ ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷേ പിന്നെയും കാണിച്ചപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു മോഡായിരുന്നു. പക്ഷേ ഷി വാസ് ഓൾസോ ദെയർ. സോ ഓവറോൾ പറയുമ്പോൾ എനിക്ക് തീരെ ഇംപ്രസ്ഡ് ആയില്ല പടം കണ്ടിട്ട്. കച്ചറ പടം എന്ന് ഞാൻ പറയില്ല, പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. ചുമ്മാ പോയിരുന്ന് ഇങ്ങനെ അതും ഇതും അടിയും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരാം. അല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് കാണിച്ചു തരുമോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നമുക്ക് വെറൈറ്റി സാധനങ്ങൾ കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ബേസിക്കലി നമ്മൾ AR മുരുകദാസ് പഴയ പടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കാണും. പുള്ളിയുടെ ബാക്കി എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തുണ്ടാവും. പക്ഷേ എന്നാലും ഓവറോൾ പടത്തിൽ നോക്കുമ്പോൾ നൈസായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. പുള്ളി പഴയ പോലെ തന്നെ ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തേക്കുകയാണ്, പക്ഷേ എല്ലാം കൂടി അങ്ങോട്ട് സിങ്ക് ആയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലോ ഇല്ല. നമ്മൾ പുള്ളി ഇങ്ങനെ ഇന്നത് കാണിക്കണം അപ്പോൾ എല്ലാം കൂടെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടുക, ആ ഒരു മോഡിൽ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. മേ ബി ഹീ നീഡ്സ് എ കോറൈറ്റർ ഓർ സംതിങ് സോ ദാറ്റ് എല്ലാത്തിനും ഒരു സിങ്ക് വരുത്താനൊക്കെ ആയിട്ട്. ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് ഓവറോൾ അതാണ് ഫീൽ ചെയ്തത്. സോ അങ്ങനെ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നെങ്കിലും ചെറിയൊരു പ്രതീക്ഷയോടുകൂടി പോയിട്ടും സാഡായിട്ടാണ് തിരിച്ചു വന്നത്. സോ ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ അതാണ് എൻ്റെ ഓവറോൾ ഒപ്പീനിയൻ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറയുക. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് സൂൺ.